ആര് ചെയ്താലും അഭിനന്ദിക്കാതെ തരമില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. കടത്തുകാരൻ ഹാഷ്മിയുടെ ആ വെള്ളപൂശൽ അഭിമുഖത്തിനും അത്യുജ്വല മറുപടി. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്തതാണെങ്കിൽ ശരി, ആ കൺസെപ്റ്റ്, ആ തീം, ആ സ്ക്രിപ്റ്റ് അതിന് 100-ൽ 100 മാർക്ക് നൽകുകയാണ്. നമസ്കാരം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച GC എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഗോവിന്ദസ്വാമിയാണ്. ചാമി, ആ പഴയ ട്രെയിൻ വിവാദവും വർഷങ്ങളായുള്ള ജയിൽ ജീവിതവും താങ്കൾക്ക് ഈ കേരളത്തോടായി എന്താ പറയാനുള്ളത്? അയ്യോ ഹാഷ്മി ഭായ്, അതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥകളാണ്. ഞാൻ വെറുതെ ഒരു കമ്പാർട്ട്മെന്റിൽ കയറി ഒന്ന് വിശ്രമിച്ചതാണ്. എന്റെ മൊബൈലിൽ അന്ന് നടന്നതിന്റെ എല്ലാ ഡാറ്റയും ഉണ്ട് ഹാഷ്മി ഭായ്, ഞാൻ കാണിച്ചു തരാം. ഹോ വേണ്ട ചാമിയ, കാണിക്കരുത്. എനിക്ക് കാണണ്ട, എനിക്ക് നോക്കണ്ട. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. നിങ്ങളുടെ ഈ മുഖത്തെ വിനയവും കണ്ണിലെ ആത്മാർത്ഥതയും കണ്ടാൽ അറിയാൻ നിങ്ങൾ എത്രമാത്രം വേട്ടയടിക്കപ്പെട്ടു വന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണോ ഈ മാന്യദേഹം പറയുന്നത്? ഒരു തെറ്റും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല ഹാഷ്മി ഭായ്. വേണമെങ്കിൽ ഇനിയും തെളിവുകൾ ഞാൻ തരും. ഈ ലോകം മുഴുവൻ എന്നെ വെറുത്തോട്ടെ, പക്ഷേ എന്റെ ഉള്ളിലെ വിശുദ്ധമായ ലോകത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. പ്രേക്ഷകരെ കണ്ടില്ലേ? മൽഗോവ മാങ്ങയും കോഴിക്കോടൻ ഹൽവ ഇഷ്ടപ്പെടുന്ന ഈ പാവം അംഗപരിമിതനായ ചാമിയുടെ ജീവിത വ്യഥകൾ ഏതൊരു മലയാളിയുടെയും ഉള്ളുലക്കുന്നതാണ്. ഇവനാണോ നിങ്ങൾ ക്രൂരൻ എന്ന് വിളിച്ചത്? എനിക്ക് വേണ്ടി പ്രയത്നിച്ച അന്നത്തെ ഭരണകൂടത്തിനും എന്റെ ഈ നന്മകൾ ലോകത്തെ കേൾപ്പിച്ച ഈ അധമ ചാനലിനും, പ്രത്യേകിച്ച് ഹാഷ്മി ഭായിക്കും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കറ പുരണ്ട ജീവിതങ്ങളെ ഇങ്ങോട്ട് എത്തിക്കൂ. എത്ര വലിയ പാവക്കറയും ഞങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ വൈറ്റ് വാഷ് ചെയ്തു തരുന്നതാണ്. കണ്ടല്ലോ, ആശയം കൊണ്ട് കൃത്യമാണ്. എങ്ങനെയാണ് 24 എന്ന ചാനൽ ഒരു വാഷിംഗ് മെഷീനായി കേരളത്തിലെ ഒരു 916 ക്രിമിനലിനെ വെളുപ്പിച്ചെടുക്കാൻ പരിശ്രമിച്ചത്? അതിന് കൃത്യമായ ഉത്തരമാണ്. ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ സന്ദർഭത്തിൽ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ, 24ന്റെ ഓഫീസിൽ ചെന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം വെളുപ്പിക്കപ്പെടുക എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇരകൾക്കൊപ്പമുണ്ടെന്ന് തോന്നിച്ചതിന് ശേഷം വേട്ടക്കാരന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം എല്ലാവരും കണ്ടതാണ്. ആ അഭിമുഖത്തിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് AI സാങ്കേതിക വെച്ച് ഈ നിർമ്മിച്ചിരിക്കുന്നത്. അത് ആരാണ് നിർമ്മിച്ചതെന്ന് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ദൃശ്യം, ഇത് 100% ചെയ്തവർക്ക് അഭിനന്ദനം നേരുകയാണ്. കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തന കുപ്പായത്തിനുള്ളിൽ ഇരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെ തന്നെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവർ, അവർ മറ്റൊരു സ്ഥാപനത്തിനകത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് സമൂഹത്തിൻ്റെ കൊള്ളരുതായ്മകളെ വിശുദ്ധനാക്കി മാറ്റുന്നു എന്നതിൻ്റെ തെളിവാണ്. അതിൻ്റെ AI വേർഷൻ അത് ഡിറ്റോ ആണെന്ന് പറയാതെ തരമില്ല.